മോനെ, അമ്മയുടെ തനിച്ചാന്ന് വിവരങ്ങളും എല്ലാം അറിയിക്കണേ. അച്ഛന്റെ അനുഗ്രഹം എന്റെ മോനെന്നും ഉണ്ടാവും. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ പോകുന്നത് രാജ്യസേവനത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും അമ്മേനെ അറിയിച്ചോളാം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ആളില്ലേ, ഒന്നും വിഷമിക്കണ്ട. എടാ, അമ്മയുടെ കാര്യം ശ്രദ്ധിക്കണം. അതൊന്നാട്ടം പേടിക്കണ്ട, അമ്മയെല്ലാം ഇവിടെ തന്നെ ഇല്ലേ? നിങ്ങളിലുള്ള ധൈര്യത്തിലാണ്. അതൊന്നാട്ടം പേടിക്കണ്ട, അമ്മേനെല്ലാം എല്ലാ കാര്യവും നമ്മ നോക്കിക്കോളും. പിന്നെ ഏട്ടാ, എന്റെ കാര്യമാർക്കല്ലേ ഏട്ടനെ ഒന്നാടെ എത്തിയിട്ട് സെറ്റ് ആയിട്ട് വേണം എനക്കൊന്ന് വരാൻ. എനക്കും ഇതാണ് ആഗ്രഹം എന്ന് അറിയാലോ, പട്ടാളത്ത് പോവാൻ. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. ശരി. മോൻ പോയി നന്നായി വരട്ടെ. അച്ഛന്റെ ജോലിയാ കിട്ടുന്നെങ്കിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലേ? ദൈവം അതിന് വഴി കാണിച്ചു കൊടുക്കും. ആ രീതിയിൽ കൂടെ അത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ. മോന്റെ കത്ത് എന്തെങ്കിലും ഉണ്ടാ? ഇല്ല, ഇന്നും ഇല്ല അല്ലേ? പോസ്റ്റ്മാനെ, എന്റെ മോന്റെ കത്ത് എന്തെങ്കിലും വന്നു? എന്റെ പൊന്നു പങ്ങളെ, കത്ത് വന്നിട്ടുള്ള തരുവല്ലേ? മനുഷ്യൻ 100 തിരക്ക് നടക്കാം. ഇന്നുമില്ല. ഹലോ സുഹൃത്തെ, നീ വന്നേ. ചേച്ചിയോട് എന്താ നിങ്ങൾ പറഞ്ഞത്? എന്റെ പൊന്നു സാറേ, അവരെ കൊണ്ട് ഭയങ്കര ശല്യം. ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. അവരെവിടെ കണ്ടു കഴിഞ്ഞാലും കത്ത് വന്നു, മണി ഓർഡർ വന്നു, ഇത് തന്നെ ശല്യം. കേട്ട് മടുത്തു ഞാൻ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ അറിയാവോ? അവരുടെ മകൻ ഇവിടുന്ന് ആർമി പോയി അവിടെ ചെന്ന് സെർച്ചിങ്ങിന് പോകുമ്പോൾ അവന്റെ വണ്ടി അടക്കം ഐസ് വീണ് മൂടി. എത്രയോ ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവരെ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു കണ്ടീഷനിലാണ് എത്തിയിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് പോലും അറിയില്ല. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. സാറേ, ഈ രാഘവൻ ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചത്. അന്നേ അവൻ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നവനാണ്. അവൻ അങ്ങനെ മിലിറ്ററിയിൽ പോയി. ഇവന്റെ അച്ഛനും അങ്ങനെ തന്നെ മരിച്ചു. അവന്റെ അച്ഛൻ അങ്ങനെ മരിച്ചതുകൊണ്ടാണ് അവൻ ആ ജോലി കിട്ടിയത്. അവൻ ചെറുപ്പം അവന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ ആഗ്രഹത്തിന് വഴങ്ങി ആ അമ്മ അവനെ അങ്ങനെ വിടുകയായിരുന്നു. അവസാനം ഇങ്ങനെ പോയിട്ട് പറയുമ്പോ നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കും വിഷമമുണ്ട്. പോസ്റ്റ്മാൻ ഇവിടുത്തെ പുതിയ ആളല്ലേ, അതുകൊണ്ട് അതിനെപ്പറ്റി അറിയത്തില്ലാത്തത്. അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അമ്മയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നു. അതാ, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അതെ. ആ പാവത്തിന് ഭയങ്കര വിഷമായിപ്പോയി അല്ലേ? തീർച്ചയായും, കാരണം പുതിയ ആളല്ലേ. അതെ. ഓരോ അവസ്ഥ ഓരോരുത്തരെ. ഹലോ സാറേ, നമസ്കാരം. എന്തുണ്ട്, നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു സാറേ, കുഴപ്പമില്ല. നല്ലത് പോകുന്നുണ്ടല്ലോ അല്ലേ? വേറെ എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല, ഞാൻ സാറിനോട് ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ്? സാർ പറഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല സാറേ. എന്ത് പറ്റി? ആ അമ്മ ഇപ്പോഴും ആ മകൻ ജീവിച്ചിരിപ്പണമെന്നുള്ള കണക്കൂട്ടിലാണ്. ആ അമ്മയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ആ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനം എടുത്തു സാറേ. നിങ്ങളുടെ മനസ്സ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞങ്ങളാൽ കഴിയുന്നതും ഞങ്ങളും ചെയ്യും. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് സാറ്. അത് ഞാൻ അമ്മയുടെ അടുത്ത് മകൻ തന്നാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ പോകുന്നത്. ആയിക്കോട്ടെ, ഞാൻ പോയി വരാം സാർ. ആയിക്കോട്ടെ, ഓക്കെ. ചേച്ചി ചേച്ചി ചേച്ചി
ചേച്ചി ചേച്ചി ചേച്ചി ചേച്ചി ചേച്ചി ചേച്ചി ചേച്ചി ജന്മനാടിനെയും കൂടപ്പിറപ്പുകളെയും വിട്ട് രാജ്യസേവനത്തിനായി ജീവിതം മാറ്റിവെച്ച് സ്വജീവൻ പോലും ബലി കഴിക്കപ്പെട്ട ധീരജവാന്മാരെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് നമ്മെ വേർപിരിഞ്ഞു പോയ വീരജവാന്മാർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയോടെ ശിരസ് നമിക്കുകയാണ്. ഇത് സംഗതി അമട്ട്.